നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു പൈനാപ്പിൾ അച്ചാർ ഉണ്ടാക്കിയാലോ? ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇതിനായി ആദ്യം അധികം പഴുക്കാത്ത പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് ഉപ്പ് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ ഒരു 10-12 അല്ലി വെളുത്തുള്ളിയും ഒരു 2-3 ഈത്തപ്പഴം കുതിർത്തതും കുറച്ച് പുളി കുതിർത്തതും കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. അതിൻ്റെ ഒന്നിച്ച് 1 സ്പൂൺ മുളക് പൊടിയും കുറച്ച് വിനാഗിരിയും ഉപ്പും ചേർത്ത് നമുക്ക് നല്ലതായിട്ട് ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 4-5 വെളുത്തുള്ളിയും മുറിച്ചതും കുറച്ച് ഇഞ്ചി മുറിച്ചതും 1 പച്ചമുളക് മുറിച്ചതും ചേർക്കാം. ചേർത്തിട്ട് കുറച്ചൊന്ന് വഴറ്റിയെടുത്താൽ മതി, അധികം വഴറ്റണ്ട. ഈ പച്ചമുളകിന് നല്ല എരിവുള്ളതുകൊണ്ടാണ് ഞാൻ 1 പച്ചമുളക് ചേർത്തത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് ഒന്ന് വഴണ്ട് വരുമ്പം നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ച മിക്സില്ലേ, അതൊന്ന് ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അധികം സമയം തിളക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ച പൈനാപ്പിൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പൈനാപ്പിൾ ജസ്റ്റ് ചൂടായി വരുമ്പം നമുക്കതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് വാങ്ങി വെക്കാം. ഇത് ഒരു ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പം ഇതിൻ്റെ ടേസ്റ്റ് അത്രയും കൂടുതൽ